എല്ലാവർക്കും നമസ്കാരം. IUI ചെയ്യാൻ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നാണ് ഒരുപാട് ആളുകളുടെ സംശയം. അപ്പൊ IUIയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ IUI പ്രൊസീജിയറിന്റെ കോസ്റ്റ് മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്. IUI പ്രൊസീജിയറിന്റെ കോസ്റ്റ് ചില സ്ഥലങ്ങളിൽ ഒരു വെറും 1000 രൂപയ്ക്കൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാവരും അങ്ങോട്ട് ഓടുന്നതുകൊണ്ട് കാര്യമില്ല. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. മിക്ക സ്ഥലങ്ങളിലും ഏകദേശം ഒരു 3000, 3500 അല്ലെങ്കിൽ 4000 രൂപയായിരിക്കും IUI പ്രൊസീജിയറിന് ചാർജ് ചെയ്യുക. എന്നാൽ IUIയുടെ ചാർജ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇത് മാത്രമല്ല. ഇതിന്റെ കൂടെ നമ്മൾ ഈ IUI ചെയ്യുന്ന ആ സൈക്കിളിൽ മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ, ടാബ്ലറ്റ്സ് മാത്രമല്ല ഇഞ്ചക്ഷൻസും കൂടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ IUI ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോഴാണ് IUIയുടെ വിജയ സാധ്യത കുറച്ചെങ്കിലും നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ് ഒക്കെ കുറച്ച് വിലയുള്ളതാണ്. ക്ലോമിഫിനും ലെട്രസോളും ഒക്കെ അത്ര വിലയില്ല. എന്നാൽ ഗോണഡോട്രോഫിൻ ഇഞ്ചക്ഷൻസ് 75 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു പ്രത്യേക വിലയുണ്ട്. 150 യൂണിറ്റ്സ് ആണെങ്കിൽ അതിലും കൂടുതൽ ഇരട്ടി വിലയുണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ് ഒക്കെ എത്ര വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് IUIക്ക് വരുന്ന ചെലവിന്റെ ആ ഒരു ഇത് കൂടും. HCG ഇഞ്ചക്ഷൻ മിക്കവാറും ഒരു 5000 യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപൂർവം 10,000 യൂണിറ്റ്സ് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടും അതിന്റെയും വിലയിൽ വ്യത്യാസം വരും. റൈറ്റ്? അപ്പൊ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് പ്ലസ് നമ്മൾ ഈ ഫോളിക്കുലർ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഇതെല്ലാം കണക്കിലെടുത്ത് വേണം IUIന്റെ ചാർജസ് എത്രയാണെന്ന് നമ്മൾ കണക്കാക്കാൻ. അത് ഓരോ സ്ഥാപനത്തിലും ഓരോ പോലെ ഇരിക്കും. ഈ പ്രൊസീജിയറിന്റെ ചാർജ് വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നത് അത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ഓടുന്നത് കാരണം ചിലപ്പോൾ ക്വാളിറ്റി കെയർ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥം അങ്ങനെയുള്ള സെന്റേഴ്സ് എല്ലാം മോശമാണെന്നല്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ബാക്കി എല്ലാം കണക്കിലെടുത്തിട്ട് ബാക്കി പൊതുവായിട്ട് അവിടുത്തെ സക്സസ് റേറ്റ് എങ്ങനെയാണ്, പൊതുവായിട്ട് ആ സെന്ററിന്റെ ആ ലാബ് സെറ്റപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ എവിടെയാണ് ഈ IUIക്ക് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ. പ്ലസ് നമുക്ക് ഈ ഫോളിക്കുലർ സ്റ്റഡിക്ക് വേണ്ടി സ്കാനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സൗകര്യവും എല്ലാം ഉണ്ടാവണം അല്ലെ? ചുമ്മാ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പിന്നീട് നമുക്ക് IUI ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? ചിലപ്പോൾ അങ്ങനെയും വരാം. സ്കാനിങ്ങിന് ഒരു സ്ഥലത്താവും പോകേണ്ടി വരിക, IUIക്ക് വേറൊരു സ്ഥലത്താവും പോകേണ്ടി വരിക. ഇതെല്ലാം കണക്കിലെടുത്ത് വേണം നമുക്ക് ചെയ്യാൻ.